ക്രിസ്റ്റി ഓഫീസിലെത്തുമ്പോൾ എല്ലാവരും വന്നിരുന്നു. അവൻ അലക്സിനെ നോക്കി. അവൻ വന്നിട്ടില്ല. ക്രിസ്റ്റി റിയയെ വിളിച്ചു. അവളുടെ വിവരം തിരക്കി. കുഴപ്പമൊന്നുമില്ല, ചെറിയ വേദന ഇടയ്ക്കിടയ്ക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞു. താൻ അവളെ നോക്കാതെ ഇരുന്നപ്പോൾ ഒക്കെ തന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ അവൻ കണ്ടിരുന്നു. അതോർക്കെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ പിന്നെ അലക്സിന്റെ മീറ്റിംഗ് ഏതൊക്കെയാണെന്ന് നോക്കി ചാർട്ട് ചെയ്തു വെച്ചു. ദേവു ഏതോ ഫയലെടുത്ത് സംശയം ചോദിക്കാനായി ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് റീത്ത വീണ്ടും ചൊറിയാൻ തുടങ്ങിയത്. അല്ലടി, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? റീത്ത ചോദിച്ചു. ദേവു അവളെ സൂക്ഷിച്ചു നോക്കി. അതറിഞ്ഞിട്ട് നിനക്കെന്തിനാടി? ദേവു ചോദിച്ചു. അല്ല, തന്തയും തള്ളയും മോളെ അഴിച്ചു വിട്ടേക്കുവാണെന്ന് ചോദിക്കാനായിരുന്നു. റീത്തയുടെ ചോദ്യം കേട്ട് ദേവുവിന് ചൊറിഞ്ഞു കയറി. ഈ ചോദ്യം നിന്റെ വീട്ടുകാരോട് ചോദിക്കണമെന്നുണ്ട്. പിന്നെ അവരും നിന്റെ ഗണമാണെന്ന് ഏതാണ്ട് ഉറപ്പായതുകൊണ്ട് ഇനി ചോദിച്ച് സമയം കളയുന്നില്ല, ദേവു പറഞ്ഞു. ഡി, റീത്ത അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. വേണ്ട, വെറുതെ എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്, ദേവു അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും തന്നെ തല്ലിക്കണം, എന്നിട്ട് ഇച്ചായനോട് പരാതി പറയണം. അതായിരുന്നു പ്ലാൻ. പക്ഷേ അവൾ ഒരുമാതിരി പരിഹസിച്ചാണ് സംസാരിക്കുന്നത്. അതോർക്കെ അവളോടുള്ള ദേഷ്യം കൂടി. അപ്പോഴാണ് അവൾ എണീറ്റു പോകാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ റീത്ത കാല് നീട്ടി അവളെ തള്ളി താഴെയിട്ടു. ദേവു വീണതും മറ്റു സ്റ്റാഫ് അവളെ വേഗം വന്ന് പിടിച്ചെണീപ്പിച്ചു. ഡോ, എന്തെങ്കിലും പറ്റിയോ? അവളോട് ദിയ ചോദിച്ചു. ഇല്ല, കൈ ചെറുതായിട്ട് ഇടിച്ചു, അത്രേയുള്ളൂ, കുഴപ്പമില്ല, കൈ നോക്കിക്കൊണ്ട് ദേവു പറഞ്ഞു. നോക്കി നടന്നൂടേടോ? ദിയ അവളെ പിടിച്ച് സീറ്റിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നോക്കി തന്നെയാണ് നടന്നത്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ റീത്തയ്ക്ക് നേരെ കൂർത്തു. ആ, ആകാശം നോക്കി നടന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും, റീത്ത പുച്ഛത്തോടെ പറഞ്ഞു. ഇവിടെ കൂടി ഇരുന്നവരൊക്കെ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അപ്പോഴേക്കും ക്രിസ്റ്റി പുറത്തു വന്നിരുന്നു. എന്താ ഇവിടെ എല്ലാവരും? ആർക്കും ജോലിയില്ലേ? അവന്റെ ഉറച്ച സ്വരം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി അവരുടെ സീറ്റിൽ പോയിരുന്നു. അവൻ നേരെ ദേവുവിന്റെ അടുത്തേക്ക് വന്നു. എന്താടോ ഇവിടെ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? ദേവുവിനോട് ചോദിച്ചു. അവൾ റീത്തയെ ഒന്ന് നോക്കി. അവിടെ പുച്ഛം മാത്രം. ഇല്ല സാർ, ദേവു കള്ളം പറഞ്ഞു. ഓക്കെ, വർക്ക് നടക്കട്ടെ, സാർ ഇപ്പോൾ വരും. അതും പറഞ്ഞ് അവൻ അകത്തോട്ട് പോയി. ഇനിയിപ്പോൾ അലക്സ് വന്നിട്ട് അവനോട് ചോദിക്കാം എന്ന് കരുതി അവിടെ തന്നെ ഇരുന്നു. പക്ഷേ അവൾക്ക് കാല് നല്ല വേദന തോന്നി. അത് നോക്കാൻ തുടങ്ങിയതും അലക്സ് വന്നു. അവൻ എല്ലാവരെയും നോക്കി ദേവുവിനെ നോക്കി കണ്ണു ചിമ്മി കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ദേവു അവൻ്റെ അടുത്തേക്ക് പോകാൻ ഫയലെടുത്തപ്പോൾ വീണ്ടും റീത്ത തുടങ്ങി. ഓ, സ്പർശനസുഖം വേണമായിരിക്കും തമ്പുരാട്ടിക്ക്, അതായിരിക്കും ഇരുന്ന് ഞെരിപിരി കൊള്ളുന്നത്. ദേവു അത് കേൾക്കാത്ത പോലെ എണീറ്റ് പോകാൻ തുടങ്ങി. പക്ഷേ ആ വീഴ്ചയിൽ കാലൊന്ന് തട്ടിയിരുന്നു. സംഭവം ഇച്ചിരി മുറിഞ്ഞു ചോര പൊടിയുന്നുണ്ട്. കുട്ടി അത് നോക്കിയതുമില്ല, കണ്ടതുമില്ല. മേ കമിൻ സാർ? അലക്സിന്റെ ഡോറിന് മുന്നിൽ നിന്ന് അവൾ അനുവാദം ചോദിച്ചു. കം, അവൻ ഗൗരവത്തിലാണ്. എന്താടോ? അലക്സിന് മുന്നേ ക്രിസ്റ്റി ചോദിച്ചു. അവൾ അലക്സിനെ ഒന്ന് നോക്കി. അവൻ അങ്ങോട്ട് പോകാൻ കണ്ണു കാണിച്ചു. സാർ, ഈ ഫയലിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. ഓക്കെ, ഏതൊക്കെയാടോ? രണ്ടുപേരും ആ ഫയൽ നോക്കുമ്പോൾ അലക്സ് പെണ്ണിനെ ആകെ മൊത്തം നോക്കുന്നുണ്ട്. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ട്. അത് ക്രിസ്റ്റി ഇടയ്ക്ക് കണ്ടു. ശരിയിടോ, വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയ ശേഷം ക്രിസ്റ്റി ചോദിച്ചു. ഇല്ല സാർ, താങ്ക് യു, അവൾ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. അല്ലുവിൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ട് കൊച്ചൊന്ന് പതറി. അവൾ വേഗം മുഖം തിരിച്ചു പുറത്തേക്ക് നടങ്ങാൻ തുടങ്ങിയതും ക്രിസ്റ്റി വിളിച്ചു. ഡോ, അവൾ തിരിഞ്ഞു നോക്കി. എന്താ സാർ? അലക്സും അവനെ നോക്കി. ദേ, താൻ നടന്നു പോയിടത്ത് ബ്ലഡ്. തൻ്റെ കാലോ കയ്യോ മുറിഞ്ഞിട്ടുണ്ടോ? ക്രിസ്റ്റി ചോദിച്ചു തീർന്നതും അലക്സ് വേഗം ചാടി എണീറ്റു സീറ്റിൽ നിന്നു. അവൾ പെട്ടെന്ന് സാരി അല്പം ഉയർത്തി നോക്കി. നേരത്തെ വേദനിച്ചത് കാലം മുറിഞ്ഞിട്ടാണെന്ന് മനസ്സിലായി. ദേവു, എന്താടോ പറ്റിയേ? വെപ്രാളത്തിൽ ചോദിക്കുന്ന അലക്സിനെ നോക്കി നിൽക്കുവാണ് ക്രിസ്റ്റി. ഇച്ചായ, കുറച്ച് മുറിഞ്ഞിട്ടുണ്ട്, ഞാൻ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തിട്ട് മരുന്ന് വയ്ക്കാം. ക്രിസ്റ്റിയുടെ കിളികളൊക്കെ ദോ പറന്നു പോകുന്നു അവളുടെ ഇച്ചായ എന്നുള്ള വിളി കേട്ട്. അവിടെ ഇരുത്താനായി കയ്യിൽ പിടിച്ചതും അവളുടെ വിളി കേട്ട് അല്ലു കയ്യിൽ നിന്ന് സാരി അല്പം നീക്കി നോക്കി. നന്നായി നീലിച്ച് കിടപ്പുണ്ട്. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവൻ അവളെ പിടിച്ച് ചെയറിലിരുത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവളുടെ കാൽപാദമെടുത്ത് അവൻ്റെ തുടയിൽ വെച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതും അവൾ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. ഇച്ചായ, മതി, വേദനിക്കുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു കണ്ടതും അവന് ദേഷ്യവും സങ്കടവും വന്നു. പതിയെ കാലിൽ ഊതി കൊടുത്തു. പിന്നെ കയ്യിൽ ഓയിൻമെൻറ്റ് പുരട്ടി കൊടുത്തു. എന്നിട്ട് നെറ്റിയിലൊന്ന് മുത്തിയിട്ട് കൈ കഴുകാൻ പോയി. അവൻ തിരിച്ചു വന്ന് അവളുടെ അടുത്ത് നിന്നു. അവൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയതും അവൻ വീണ്ടും ചോദിച്ചു. വേദനയുണ്ടോ? ദേവു പറഞ്ഞു. ഇച്ചിരി, അവൾ ചെറുചിരിയോടെ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയതും ഇത്രയും നേരം സ്വപ്നലോകത്തായിരുന്ന ക്രിസ്റ്റി ഞെട്ടി ഉണർന്നു ചോദിച്ചു. എന്താ പറ്റിയേ കാലിലും കയ്യിലും? അപ്പോഴാണ് അലക്സ് അവൻ അവിടെയുള്ള കാര്യം ഓർത്തത്. റീത്ത തട്ടിയിട്ടതാണെന്ന് പറഞ്ഞ അലക്സ് അവളെ എന്നവൾക്ക് അറിയാമായിരുന്നു.
ഞാൻ നേരത്തെ അവിടെ ഒന്ന് സ്ലിപ്പായി വീണു, അപ്പോൾ പറ്റിയതാ. അത്രയും പറഞ്ഞ് അവൾ അലക്സിനെ നോക്കാതെ ഫയലെടുത്ത് പുറത്തേക്ക് പോയി. അവന് മനസ്സിലായി അവൾ എന്തോ ഒളിപ്പിച്ചാണ് പോയതെന്ന്. ക്രിസ്റ്റി, അല്ലു ഉറക്കെ വിളിച്ചു. എന്താ ഇച്ചായതാ? ഞെട്ടി രണ്ടും ഞെട്ടി. സോറി സാർ, അറിയാതെ വിളിച്ചു പോയതാ, ഇനി ആവർത്തിക്കില്ല. അവൻ്റെ പറച്ചിൽ കേട്ട് അലക്സിന് ചിരി വന്നു. നീ അങ്ങനെ തന്നെ വിളിച്ചോ, എനിക്ക് അനിയന്മാരൊന്നുമില്ല, ഉള്ളത് അനിയത്തിക്കുട്ടികളാണ്. ക്രിസ്റ്റിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി. അല്ല, എന്തിനാ ഇച്ചായ വിളിച്ചേ? ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചു. നേരത്തെ ഇവിടെ എന്താ ഉണ്ടായത്? അല്ലു ഗൗരവത്തിൽ ചോദിച്ചു. അറിയില്ല, നേരത്തെ ഞാൻ പുറത്ത് സ്റ്റാഫെല്ലാം കൂടി നിൽക്കുന്നത് കണ്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ദേവുവിനോടും ചോദിച്ചു, ക്രിസ്റ്റി പറഞ്ഞു. ആ CCTV വിഷ്വൽസ് ഒന്ന് നോക്കിയേ. ക്രിസ്റ്റി ലാപ്പിൽ ആ വിഷ്വൽസ് മാത്രം സെലക്ട് ചെയ്ത് പ്ലേ ചെയ്തു. രണ്ടുപേരും കൂടെ നോക്കി. അതിൽ നല്ല വ്യക്തമായി തന്നെ കാണാം റീത്ത കാല് വെച്ച് തട്ടിയിടുന്നത്. അവരുടെ സംഭാഷണവും കേൾക്കാം. റീത്ത പറഞ്ഞതിന് ദേവു മറുപടി കൊടുത്തു. ക്രിസ്റ്റി, റീത്തയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അല്ലു അത്രയും പറഞ്ഞ് മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയിരുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റി പുറത്തേക്ക് വന്നപ്പോൾ ദേവു ഞെട്ടി അവനെ നോക്കി. അവൻ അവളെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് റീത്തയുടെ അടുത്തേക്ക് പോയി. റീത്ത, അവൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. തന്നെ ഇച്ചായം വിളിക്കുന്നുണ്ട്. ക്രിസ്റ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ റീത്തയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഏത് വകയിലേടാ നിനക്ക് ഇച്ചായനായത്? റീത്ത ക്രിസ്റ്റിയോട് ചോദിച്ചു. അകത്തോട്ട് പോയി ചോദിച്ചു നോക്കടി. അവൻ ദേഷ്യത്തിൽ തന്നെ ഡി എന്ന് വിളിച്ചതും അത് റീത്തയ്ക്ക് ഒരു അപമാനം പോലെ തോന്നി. അവൾ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അകത്തേക്ക് പോകും മുന്നേ ദേവുവിനെ പുച്ഛിച്ച് തള്ളാനും മറന്നില്ല. അവളുടെ പിറകെ തന്നെ ക്രിസ്റ്റിയും കയറി. നിനക്കെന്താടാ, ബോധമില്ലേ? ഞങ്ങളിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? റീത്ത കയറി വന്ന ക്രിസ്റ്റിയോട് ചൂടായി. അവൻ അലക്സിനെ ഒന്ന് നോക്കി. അവൻ കണ്ണ് ചിമ്മി കാണിച്ചതും ക്രിസ്റ്റി അവൻ്റെ സീറ്റിൽ പോയിരുന്നു. ക്രിസ്റ്റി, അല്ല് ഉറക്കെ തന്നെ വിളിച്ചു. എന്താ ഇച്ചായ? ക്രിസ്റ്റി സംശയത്തോടെ ചോദിച്ചു. ഒരു സസ്പെൻഷൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് വെക്ക്. 10 ദിവസത്തെ സാലറി കട്ട് ഉൾപ്പെടുത്തുക. ആളുടെ പേരറിയാമല്ലോ. ക്രിസ്റ്റിയെ നോക്കി അല്ലു പറഞ്ഞു. റീത്തയ്ക്കൊന്നും മനസ്സിലായില്ല. എന്തിനാ ഇച്ചായ? റീത്ത അലക്സിനോട് ചോദിച്ചു. അവൻ്റെ നോട്ടം കണ്ട് പകുതിക്ക് നിർത്തി. എന്താ സാർ വരാൻ പറഞ്ഞത്? റീത്ത ചോദിച്ചു. നീ ഇവിടെ സ്റ്റാഫിനോടൊക്കെ എങ്ങനെയാണ് ഇടപഴകുന്നേ? അവൻ ശാന്തമായി ചോദിച്ചു. ഞാനിവിടെ ആരോടും മിണ്ടാറില്ല. അല്ലെങ്കിൽ തന്നെ ഇതുപോലുള്ള ലോ ക്ലാസ് കൾച്ചറൽസ് ആൾക്കാരോട് ഞാൻ എന്തിനാ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നേ? റീത്ത വലിയ കാര്യം പോലെ പറഞ്ഞു. ക്രിസ്റ്റി ദേഷ്യത്തിൽ ചാടി എണീറ്റു. നീ പിന്നെ ആരുടെ കൂടെയാടി ഇരുന്ന് ജോലി ചെയ്യുന്നത്? ഇവിടെയുള്ളവരെല്ലാം ലോക്കൽസ് തന്നെയാണ്. മാഡത്തിന് പിന്നെ MD സീറ്റിൽ ഇരുന്നൂടെ? അവൻ്റെ ദേഷ്യം കണ്ട് അലക്സ് ഒരു നിമിഷം ഞെട്ടി. ക്രിസ്റ്റി, അല്ലു ശാസനയോടെ വിളിച്ചു. സോറി ഇച്ചായ. അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി വീണ്ടും ജോലി തുടർന്നു. കണ്ടോ, ഇങ്ങനെയുള്ളവരെ പിടിച്ച് ജോലിക്ക് എത്തിയാൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും, റീത്ത പറഞ്ഞു. നിർത്തടി. നീ ആരാടി ഇവിടെയുള്ളവരുടെ മെക്കെട്ട് കയറാൻ? നിന്റെ അപ്പൻ്റെ കമ്പനിയല്ല ഇത് ഇവിടെ ഭരിക്കാൻ. അവൾ പേടിച്ചു. കാരണം അലക്സിൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യങ്ങൾ ഏകദേശം കത്തി. നീ എന്തിനാടി എൻ്റെ പെണ്ണിനെ തള്ളിവിട്ടത്? അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ മനഃപൂർവ്വം ആരെയും? പൂർത്തിയാക്കും മുന്നേ അവൻ്റെ കൈ അവളുടെ കഴുത്തിൽ മുറുകി. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൾ അവൻ്റെ കൈ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ നീ അവളോട് എന്താടി പറഞ്ഞത്? ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നിനക്ക് എന്നെയല്ല നിന്റെ വേണ്ടത്. ഞാൻ നല്ല മരുന്ന് നിനക്ക് തരാടി. ഇനി എൻ്റെ പെണ്ണിനോട് എന്തെങ്കിലും ഒരക്ഷരം നീ മോശമായി മിണ്ടിയെന്ന് അറിഞ്ഞാൽ. അവൻ വീണ്ടും പിടിമുറുക്കിയതും അവളുടെ കണ്ണ് തള്ളി പുറത്തേക്ക് വരും പോലെ തോന്നി. ക്രിസ്റ്റി വേഗം അവനെ പിടിച്ചു മാറ്റി. വിടിച്ചായ, അവൾ ചത്തുപോകും. വിടിച്ചായ. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് കൈയെടുത്ത് മാറ്റി. അപ്പോഴേക്കും അവൾ താഴെ ഇരുന്നു പോയി. കണ്ണിൽ നിന്ന് വെള്ളം കുടുകൂടാ വന്നു. വെള്ളം അവൾ വിക്കി വിക്കി ചോദിച്ചു. ക്രിസ്റ്റി എടുത്തു കൊടുത്തു. ഇപ്പോൾ ലോക്കൽസിൻ്റെ കയ്യിൽ നിന്നാണ് വെള്ളം വാങ്ങി കുടിച്ചത് എന്ന ഓർമ്മ വേണം. അവൾ അതൊന്നും കേട്ടില്ല. വെള്ളം മടമടാ കുടിച്ചു. അലക്സ് അവളുടെ മുന്നിൽ വന്നു നിന്നു. എണീക്കടി. അവൾ പേടിയോടെ അവനെ നോക്കി എണീറ്റു. നീ ചെയ്തതിനെല്ലാം അവളോട് സോറി പറഞ്ഞു ഈ ലെറ്ററും വാങ്ങി ഇറങ്ങിക്കോ. നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവമൊക്കെ മാറ്റി വെച്ച് ഇവിടെ കയറിയാൽ മതി നീ, അല്ലു ഗൗരവത്തിൽ പറഞ്ഞു. അവൾക്ക് അവനോട് മറുപടി പറയണമെന്നുണ്ട്. പക്ഷേ പേടിയെങ്കിലും അവളത് മറച്ചു വെച്ചവൾ പറഞ്ഞു. ഞാൻ മാപ്പ് പറയില്ല. അവൾ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അലക്സ് തൊട്ടുപിറകെ തന്നെ പോയി. അവൾ സീറ്റിലെത്തുന്ന മുന്നേ അല്ലു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്യാതെ നീ ഇവിടുന്ന് പുറത്തു പോകില്ല, അല്ലു വാശിയോട് പറഞ്ഞു. ഇവളെപ്പോലെ ആണുങ്ങളെ വലവീശി പിടിക്കാനും ഒരു താലി കഴുത്തിലില്ലാതെ സ്വന്തം ശരീരസുഖത്തിന് ഒരുത്തൻ്റെ കൂടെ കഴിയുന്ന ഇവളെ പോലെയുള്ള ഒരു പെണ്ണിനോടും ഞാൻ മാപ്പ് പറയില്ല. റീത്ത പറഞ്ഞു നിർത്തിയതും കിട്ടി ഒരെണ്ണം. എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. ദേവു അപ്പോഴും അവൾ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു.
അവൾക്ക് മുഖമുയർത്തി നോക്കാൻ തന്നെ പേടി തോന്നി. അവളുടെ നിൽപ്പ് കണ്ടതും അലക്സ് വീണ്ടും റീത്തയ്ക്ക് ഒരെണ്ണം കൂടെ കൊടുത്തു. റീത്തയാണെങ്കിൽ വട്ടമിട്ട് പറക്കുന്ന പൊന്നീച്ചയുടെ കണക്കെടുക്കുമായിരുന്നു. റീത്ത, അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഒറ്റ പ്രാവശ്യമേ അവൾ നോക്കിയുള്ളൂ. അവൾക്ക് പേടി തോന്നി പിന്നെ നോക്കാൻ. അവൻ അവളെ പിടിച്ച് ദേവുവിന്റെ കാൽച്ചുവട്ടിൽ തള്ളി. അവളുടെ കൈ പോയി ചെയറിന്റെ സൈഡിലിടിച്ചു. ദേവു പെട്ടെന്ന് അവളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. ഒരു നിമിഷം എല്ലാവരും നോക്കി, അലക്സ് ഉൾപ്പെടെ. നിനക്കിനിയും എന്റെ കൈയുടെ ചൂട് അറിയണമെങ്കിൽ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയും, അല്ലു പറഞ്ഞുകൊണ്ട് കൈ കുടഞ്ഞു. റീത്ത ചുറ്റും നിൽക്കുന്നവരെ നോക്കി. ഇച്ചായ, ഇത്രയും വൃത്തികേട് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞവൾ അതേ വാഗോണ്ട് തന്നെ മാപ്പ് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതിൽ ആത്മാർത്ഥതയുമില്ല. അതുകൊണ്ട് ഇവളെപ്പോലെ എന്തിനും മുതിരുന്ന ഒരു വൃത്തികെട്ടവളുടെ വായിൽ നിന്ന് എനിക്ക് മാപ്പെന്നൊരു വാക്ക് എനിക്ക് കേൾക്കേണ്ട. അവൾ അത് പറഞ്ഞു അവളുടെ സീറ്റിൽ പോയിരുന്നു. തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. അലക്സും ക്രിസ്റ്റിയും പിന്നെ ഒന്നും പറയാതെ കയറിപ്പോയി. ബാക്കി സ്റ്റാഫ് അവരുടെ ജോലി തുടർന്നു. റീത്ത എങ്ങനെയൊക്കെ എണീറ്റ് അവളുടെ ബാഗും ഫോണും എടുത്തു. എല്ലാവരെയും നോക്കി. എല്ലാവരും അവളെ അറപ്പോടെ നോക്കി മുഖം തിരിച്ചു. അതവളിൽ ദേവുവിനോടുള്ള പക ആളി കത്തിച്ചു. ഒരിക്കൽ കൂടെ ദേവുവിനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് റീത്ത പുറത്തേക്കിറങ്ങി. നീയ ബെഡിൽ കണ്ണുകളടച്ചു കിടക്കുവാണോ? ആരോ അടുത്തു വന്നതുപോലെ തോന്നി. അവൾ കണ്ണു തുറന്നു നോക്കി. ക്രിസ്റ്റിയുടെ അമ്മയായിരുന്നു അത്. അവൾ അവരെ കണ്ട് എണീറ്റിരിക്കാൻ നോക്കി. വേണ്ട, മോള് കിടന്നോ. അവളെ ബെഡിലേക്ക് തന്നെ കിടത്തിക്കൊണ്ട് അവർ പറഞ്ഞു. നീ അവരെ നോക്കിയിട്ട് അവിടെ തന്നെ കിടന്നു. മോൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? അവളുടെ തലയെ തലോടി ചോദിച്ചു. കുഴപ്പമില്ല, വേദനയൊക്കെ മാറി, അവൾ പതിയെ പറഞ്ഞു. മോള് വല്ലതും കഴിച്ചോ? ശ്രേയ ചോദിച്ചു. കഴിച്ചു. ടീച്ചർ ഇന്ന് ലീവാണോ? നിയ ചോദിച്ചു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു. മോളുടെ അമ്മ എവിടെ? ശ്രേയ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ ഡോക്ടർ വിളിച്ചു അങ്ങനെ അങ്ങോട്ട് പോയതാണ്, ഇപ്പോൾ വരും, നിയ പറഞ്ഞു. പിന്നെ രണ്ടുപേരും എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ ഇരുന്നു. അപ്പോഴേക്കും ജെസ്സി കയറി വന്നു. ആ, ടീച്ചർ നേരത്തെ വന്നോ? ജെസ്സി ചിരിയോടെ ചോദിച്ചു. ഇല്ല, കുറച്ചു നേരെയുള്ളൂ വന്നിട്ട്, ശ്രേയ പറഞ്ഞു. ഡിസ്ചാർജ് ആയി, വേറെ കുഴപ്പമൊന്നുമില്ല പേടിക്കാനായിട്ട്, ജെസ്സി ടീച്ചറോട് പറഞ്ഞു. മോളെ, അല്ലുവിനെ വിളിച്ചു പറയേ ഡിസ്ചാർജ് ആയെന്ന്. ജെസ്സി അതും പറഞ്ഞ് കയ്യിലിരുന്ന ഫയലെടുത്ത് മേശയുടെ പുറത്ത് വെച്ചു. നീ ഒന്ന് മൂളിക്കൊണ്ട് ഫോൺ കയ്യിലെടുത്തു. ടീച്ചറിന് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? ജെസ്സി ചോദിച്ചു. ഒന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടിറങ്ങിയതാണ്, ശ്രേയ പറഞ്ഞു. ഞാൻ ഈ ബില്ലടച്ച് മെഡിസിൻ വാങ്ങിയിട്ട് വരട്ടെ? ടീച്ചർ ഇവിടെ കാണില്ലേ? ജെസ്സി ചെറിയ മടിയോടെ ചോദിച്ചു. പോയിട്ട് സമാധാനത്തിൽ വന്നാൽ മതി, ഞാനിരുന്നോളാം, ശ്രേയ ചിരിയോടെ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ചെയറിലിരുന്നു. നിയമോളെ, അവൾ അവരെ മുഖമുയർത്തി നോക്കി. എന്നോട് മോക്ക് ദേഷ്യമുണ്ടോ? അവളൊരു പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നുമില്ല, ടീച്ചർ അതിന് എന്നോടൊരു തെറ്റും ചെയ്തില്ലല്ലോ, നിയ പറഞ്ഞു. മോൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അവൻ്റെ ആൾ മാത്രമാണ് ഉള്ളത്. അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് മോളെ. അതുകൊണ്ടാണ് ഞാൻ മോളോട് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൻ്റെ സന്തോഷം സമാധാനം ഒക്കെ മോളാണെന്ന് അറിയാൻ ഞാൻ കുറച്ചു വൈകിപ്പോയി മോളെ. പിന്നെ കുടുംബങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് പണത്തിലായാലും പദവിയിലായാലും എന്തുകൊണ്ടായാലും. പക്ഷെ അതൊന്നും സ്നേഹത്തിന് മുകളിൽ വരില്ല. അവ പറഞ്ഞു നിർത്തുമ്പോൾ നിയ അവരെ സൂക്ഷിച്ചു നോക്കി. ശ്രേയ നിയെ നോക്കിയിട്ട് വീണ്ടും തുടർന്നു. അന്ന് മോളോട് വഴക്കിട്ട് വന്നു വീട്ടിൽ വന്നു ഭയങ്കര വിഷമമായിരുന്നു. അന്ന് ആ ചെറിയ ഒരു കാര്യത്തിൽ അത്രയും വേദനിച്ചുവെങ്കിൽ മോളെ നഷ്ടമായാലുള്ള അവൻ്റെ അവസ്ഥ, മോളുടെ അവസ്ഥയും ഏറെക്കുറെ നേരിട്ട് ഞാൻ കണ്ടു. രണ്ടുപേർക്കും സന്തോഷം എന്നത് പിന്നെ അഭിനയിച്ച് കാണിക്കാനേ പറ്റൂ. അതുകൊണ്ട് മോളെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കണം. മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചോളാം. നീക്ക് സന്തോഷമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവൾ. അപ്പോഴേക്കും ജെസ്സി വന്നു. ഒപ്പം തന്നെ ക്രിസ്റ്റിയും അലക്സും ഉണ്ടായിരുന്നു. നിയ വിടർന്ന കണ്ണുകളോടെ ക്രിസ്റ്റിയെ നോക്കി. പക്ഷേ അവൻ അപ്പോഴും അവളുടെ മുഖത്ത് നോക്കിയില്ല. ടീച്ചർ ലീവ് എടുത്ത് ഇവിടെ വന്ന് ഇരിക്കുകയാണോ? ക്രിസ്റ്റി കുറുമ്പോടെ ചോദിച്ചു. പോടാ ചെക്ക, അത് പറഞ്ഞ് ശ്രേയ ക്രിസ്റ്റിയെ പതിയെ തല്ലി. ശരി എന്നാ, ഞാൻ ഇറങ്ങുക. നിങ്ങൾ ഇറങ്ങാറായില്ലേ? മോളിനി മൺഡേ മുതലല്ലേ വരൂ? ശ്രേയ ചോദിച്ചു. ആ, ഇനി അതേ ഉള്ളൂ, അല്ലുവായിരുന്നു മറുപടി പറഞ്ഞത്. ശ്രേയ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. തൊട്ടു പിറകെ അവരും വീട്ടിലേക്ക് തിരിച്ചു. ക്രിസ്റ്റി ആയിരുന്നു ഡ്രൈവിംഗ്. ദേവു ആകെ മരവിച്ച അവസ്ഥയിലിരിക്കുകയാണ്. ഇനി അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലാവരും തന്നെ എങ്ങനെയാകും കണ്ടത് എന്നൊക്കെയുള്ള ആലോചന അവളിലൂടെ കടന്നുപോയി. അവളുടെ ഈ ഇരിപ്പും വിഷമവും ഒക്കെ കണ്ട് അവളുടെ ഇച്ചായൻ അവിടെ ഇരുന്ന് കണ്ടു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. കോൾ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞ് ക്രിസ്റ്റിയെ നോക്കി. നീയെ ഡിസ്ചാർജ് ആക്കി, അപ്പോൾ വിളിക്കാൻ പോണം. ഇന്നിനി വേറെ മീറ്റിംഗ് ഒന്നുമില്ലല്ലോ? അല്ലു ചോദിച്ചു. ഇല്ല ചായ, ക്രിസ്റ്റി പറഞ്ഞു. നീയും കൂടെ വാ, വീടൊക്കെ ഒന്ന് കണ്ടിരിക്കാം. അഥവാ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഓടി വരണ്ടേ? അല്ലു പറഞ്ഞു. പിന്നെ അവൻ്റെ ബാഗും ലാപ്പും എടുത്ത് ക്രിസ്റ്റി മുന്നേ പോയി. പുറകെ അലക്സും ഇറങ്ങി. ദേവു,
അലക്സ് വിളിച്ചു. അവൾ അവനെ നോക്കി. ഇങ്ങു വാ. അവൾ എണീറ്റ് അവൻ്റെ അടുത്തേക്ക് പോയതും അവൻ ചേർത്ത് പിടിച്ചു. എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച എൻ്റെ മിന്നുകെട്ടാണ്. വധു വേറെ ആരുമല്ല, ഇവൾ തന്നെയാണ്. അന്ന് എല്ലാവർക്കും ലീവാണ്. കല്യാണത്തിനും വൈകുന്നേരം റിസപ്ഷനും എല്ലാവരും ഉണ്ടാകണം. ഉണ്ടാകില്ലേ? അല്ലു പറഞ്ഞത് കേട്ട് എല്ലാവരും കിളി പറന്ന പോലെ നോക്കി. പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. ഉണ്ടാകും സാർ. എല്ലാവരും പറഞ്ഞു. ഞാൻ ഇന്ന് വരില്ല. കല്യാണത്തിന് കുറച്ച് ഒരുക്കങ്ങളുണ്ട്. അവർ ആരെങ്കിലും വരും വിളിക്കാൻ. നിയ ഡിസ്ചാർജായി. അപ്പോൾ ഞാൻ ഇറങ്ങുക. അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞിറങ്ങിയവൻ. പിന്നെ എല്ലാവരും അവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അവളും അവളുടെ ജോലികൾ ചെയ്തു തുടങ്ങി. ഡി വിളികേട്ട് ദേവു തിരിഞ്ഞു നോക്കി.